പോവുകയാണു ഞാൻ ഭാവിയൻ മാർഗത്തിൽ പൂവിരിച്ചീടിലുമില്ലെന്നാലും ओ रंगीला नैया जाओ रे गान गाया हटियाली सुर दिया रे ओ नया रे खाने बसे खाने ओरे खाने बसे नाई पीरितेर आशा रे പോവുകയാണു ഞാൻ ഭാവിയൻ മാർഗത്തിൽ പൂവിരിച്ചീടിലുമില്ലെന്നാലും ഇങ്ങിഴുമിക്കൊച്ചു പുല്ലിൻ കൊടികളും മങ്ങിക്കിടക്കുന്ന മൺതരിയും ജീവിതത്തിൻ വഴിത്താരയിൽ നിത്യവും രാവും പകലുമായി മാറി മാറി യാ മൗല യാ മൗല യാ മൗല യാ മൗല या ये हयात आए खजाले चली चले अपनी खुशी ना आए ना अपनी खुशी चले दुनिया ने किसकी राह फना में दिया है साथ तुम भी चले चलो यूं ही जब तक चले चले जब तक चली चले പൂത്തുതളിർക്കും നികുഞ്ചവും കാന്തിയെ കാത്തുകിടക്കും നിഴൽ നിരയും അപ്പാദമുദ്രകൾക്കുള്ളിൽ കിളുർക്കുന്നോരത്ഭുത ജീവ ചൈതന്യങ്ങളെ ആയപ്പോൾ ചിത്രീകരിക്കുവാൻ സങ്കൽപ്പ ചായം കലക്കിയ പാത്രവുമായി പോവുകയാണു ഞാൻ ഭാവിയൻ മാർഗത്തിൽ പൂവിരിച്ചീടിലുമില്ലെന്നാലും ഒന്നും വിടാതെ പകർത്തുന്നു ഞാൻ എൻ്റെ ഒന്നും വിടാതെ പകർത്തുന്നു ഞാൻ എൻ്റെ കണ്ണീർ കലരുമീ ചായക്കൂട്ടാൽ. അഖണ്ഡ ഭാരതം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കറാച്ചി മുതൽ കൽക്കത്ത വരെയും ഞാൻ അലഞ്ഞു. എല്ലായിടത്തും മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാർസികൾ, ബുദ്ധന്മാർ, ജൈനന്മാർ, ദൈവത്തിലും മതത്തിലും വിശ്വസിക്കാത്തവർ, ഇവരെല്ലാമാണ് എന്നെ സഹായിച്ചത്. ലോകാലോകങ്ങളുടെ സൃഷ്ടാവേ, ഞാൻ വളരെ വളരെ ചെറിയൊരു ജീവിയാണല്ലോ. কে শালা আমাদের জায়গায় এসে শুয়ে রয়েছে? কে রে? പിന്നെ വന്നു സൂറ പറഞ്ഞ മാങ്ങ നന്ദോ ഇവിടെയല്ല അപ്പുച്ചു.
আমি ফুটে আজকে না আজকে আমাদের নাচ আছে জানিস, খাওয়া দাওয়া আছে। ভালো কথা, চলো। আজকে জানিস তো এই ওখানে কেউ আছে রে? তুমি তুমি এখানে কি করছো? मेरी संदूक और थैली लूट गई। এই যাও, এই জায়গা ভালো না। যাও যাও, এখানে দাঁড়াবে না। যাও 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 যাও। ঢং আরে জানো চল না। কিছুই জানো না। চলো চলো പടച്ചോനെ ഞാനിത് എവിടെ ചെന്ന് തിരക്കും ഇത്. നിങ്ങ മലയാളിയാ? അതെ, ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാ. കുറെ സാധനങ്ങളും ഇത്തിരി കാശും ഉണ്ടായിരുന്നത് ആ കള്ളം കൊണ്ടുപോയി. கவலைப்படாதீங்க, நான் உதவுறேன். நான் வேணா எடுத்து கொடுக்கவா? വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. வாங்க, என் பின்னாடியே வாங்க, தேடி பார்க்கலாம். আকাশে খেলে আয় চাঁদিনী রাতে உங்க மலையாளத்தை கேட்டப்போ என் ஊரை பத்தி நினைச்சேன். நல்ல கட்ட பொம்மனோட ஊரு, அது உங்களுதா பாருங்க. তুমি রাত কাটালে কোথায় পিও তুমি রাত কাটালে নীল যমুনা ഒരു ജോലി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്കിപ്പോ என் கூட வாங்க, நாளைக்கு காலைல ஒரு ஆளை பார்க்க போலாம். பார்த்து வாங்க. துர்கா பூஜை முடியிற வரைக்கும் இப்படிதான் இருக்கும், பாட்டும் கூட்டும். കുറെ നാളായി അലച്ചിൽ തുടങ്ങിയിട്ട്. அமீன் சாஹிப் ரொம்ப நல்ல ஆளு, தான பிரபு. அவரும் உனக்கு உதவுவாரு. എനിക്കാരുടെയും ദാനമൊന്നും വേണ്ട, ഒരു ജോലി കിട്ടിയാൽ മതി. உங்களை பார்க்கிறதுக்கு பெரிய இடத்து பிள்ளை மாதிரி அம்சமா இருக்கே. വരുന്നതൊക്കെ വലിയ വീട്ടിൽ തന്നെയാ. ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു എൻ്റെ വാപ്പ, നാട്ടിലെ സുൽത്താൻ. നാളെ ഇഷ കഴിഞ്ഞ് മാർക്കോണ്, അതിനുള്ളിൽ തീരുവാടാ പന്തല്. തീർത്തേക്കാം മുതലാളി. നാളെ തിന്നോ. വൈകുമ്പോ കടവത്ത് കുറെ ആഞ്ഞിലിത്തരി വരും, അത് കൊണ്ടുപോയി മില്ലിയിലിട്ടേക്ക്. ശരി മുതലാളി. താനിത് എവിടെ ഇരുന്നടോ? ഇതാപ്പ നന്നായേ. നോക്കിയേ, കിണ്ണം കാച്ചി സാധനങ്ങളാട്ടാ കൊണ്ടുവന്നിരിക്കണേ. ഇതൊപ്പിക്കാൻ പറ്റ പടാവറാനല്ല അറിയുള്ളൂ. ഇത് ഇവിടുന്നുള്ളല്ലാട്ടാ, വാണയംകുളത്തുനിന്നുള്ളതാ. വാണയംകുളത്തുനിന്ന് കേട്ടിട്ടില്ലേ? നിന്റെ അമ്മേനെ കെട്ടിക്കാൻ. നോക്കി നിക്കണ്ട, ആനൊക്കെ തൊഴുത്തിന്റെ അരിയത്ത് കേട്ടാ. കോഴിയും താറാവൊക്കെ പെരയും പുറത്ത് പോട്ടെ. ൂടോളം പണിയാ കിടക്കണം. ഇനി ഞാൻ തന്ന കാശ് തീരുമ്പോ പറയണം. അവറാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകണം. എല്ലായിടത്തും ഒരു കണ്ണും വേണം. ബിരിയാണി ചെപ്പ് കൊണ്ടുണ്ടാ പോട്ടാൻ. ഈ അടുക്കളക്കാര് പിശാച്ചുകളെ നയിക്കാന്ന് ചില്ലറ പണിയൊന്നുമല്ല. അവറാനെ, ഓ, നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ആഘോഷമായിരിക്കണം മജീദിന്റെ മാർക്കം. അവനെ നമ്മുടെ ആനപ്പുറത്തിരുത്തി ഊരുലാത്തിക്കണം. മജീദ് മോന്റെ സുന്നത്ത് കല്യാണം ഉണ്ടല്ലോ, അത് പോട്ടി പൂരാക്കണം. നമ്മളെന്തിനാ കുറക്കണെന്നേ? മുതലാളി ഇവിടുത്തെ സുൽത്താനല്ലേ, സുൽത്താൻ അല്ല പിന്നെ. രണ്ട് ചായ, ഇച്ചിരി ഏലക്കായ കിട്ടോ. നോക്കിയേ, കുരുമുളക് പാട്ടത്തിനെടുക്കാറായിട്ടാ. ഇക്കൊല്ലം ഞാനൊരു പിടിയാ പിടിക്കും. പക്ഷെ കുറച്ച് കാശിന്റെ പോരായുണ്ട്. അതിനിപ്പോ മുതലാളി ഒന്ന് സഹായിക്കേണ്ടി വരും. നോക്കിയേ, മേടത്തില് സംഗതി അങ്ങോട്ട് തിരിച്ചാ തരും. അതിൽ അവറാണ് വിട്ടുവീഴ്ചയില്ലേട്ടാ. സംഗതി നേരാ, മുമ്പ് വാങ്ങിയത് നിൽക്കുന്നുണ്ട്. അതേ, അവറാന് മറവി എന്ന് പറഞ്ഞ സാധനം ഇല്ലാട്ടാ. എത്ര വേണ്ടി വരും? അതിപ്പോ ഒരു 5 രൂപ അങ്ങോട്ട് തരാം. കണക്കൊക്കെ താൻ വെച്ചോ. മനസ്സിലായ? ഇല്ല.
ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കാശുണ്ട്. ഉണ്ടല്ല, നിന്റെ വാപ്പ ശ്രീധരൻ തന്നതാണ്. അല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. മനസ്സിലായ? ഇല്ല, പോയി പണി നോക്ക്. വില ഉറപ്പിക്കേ. കരാതിയാണ്. മേലും താഴെയും പറഞ്ഞ് സമയം കളയണ്ട. മാർക്ക കല്യാണത്തിന് കൊണ്ടുപോയ കാളേനെ തന്നെയല്ലേ കൊണ്ടുവരുന്നത്? അതൊന്നും നോക്കാണ്ട് വിലയിപ്പിച്ച് മേടിക്കാൻ നോക്ക്. അപ്പൊ എങ്ങനെയാ ചുഴിക്കിട്ടുള്ള കാളെ? എന്തൊട്ട് ചുഴിക്കിട്ട്? ഇണങ്ങാൻ പാടാ, ചവിട്ടും തൊഴിയും മാറി. ഏയ് ചൊണക്കുട്ടിയല്ലേ ചൊണക്കുട്ടി. എന്തായാലും 8 എണ്ണം പറഞ്ഞ മുതല നഷ്ടാട്ടാ. ആർക്ക് നഷ്ടം? വളർത്തി വിറ്റോൾക്കോ? പീസിക്കത്തരം പാരാതെ പോവാൻ നോക്ക അവറാനെ. കാശെടുക്ക്. ഇതാ പുടി വലിവാണ. എന്നാ ഒരാണെങ്കിൽ ഇല്ല അത് മതി. 9 ആയില്ലേ? എന്ത് രസം. എന്റെ സൂറ, നീ ഇങ്ങനെ ഉമ്മാനെ സഹായിച്ച് നിൽക്കാതെ ആ പിള്ളേരുടെ കൂടെ പോയി കളിക്ക്. മജീദ് എവിടെ? ഊരിലാത്തിലും കഴിഞ്ഞ് വന്നപ്പോ പോയി കുളിച്ചിട്ട് വാടാന്ന് വാപ്പ പറഞ്ഞു. കേട്ട പാടെ ഉന്ദ്രാപ്പി ഓടി കുളിക്കാൻ. നല്ലോണം വേഗട്ടെ. ചെറുക്കൻ്റെ ഒരു നാമൂസ്. എനിക്ക് പേടിയാ സൂറ. എന്തിനാ പേടിക്കണേ? ഈ മാർഗം ചെയ്യണത് എങ്ങനെയാ സൂറ? ആ എനിക്കറിയാൻ മേല. എന്തായാലും മരിക്കുകയല്ല. ഞാൻ അപ്പുറത്ത് കളിക്കാൻ. ഇനി ഇപ്പൊ കളിക്കാനൊന്നും പോണ്ട. ഇത് ചെറുതായി അറിയട്ടെ. അപ്പുറത്തെ വീട്ടില് പാട്ടുണ്ട്. പിന്നെ വരാം. ജുഗു 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 ജുഗു. പേടിച്ചാ? ഞാൻ പേടിച്ചൊന്നുമില്ല. എടുത്തോ. കുറച്ചു ദിവസം കഴിഞ്ഞ തലപ്പന്ത് കളിക്കാന്ന് ഉമ്മ പറഞ്ഞല്ല. പിന്നെ ഒരു കൂട്ടവും കൂടി ഉണ്ട്. എന്താ? എന്റെ കാതുകുത്ത് കല്യാണം നടക്കാൻ പോവാ. മാജീദിന് വരാനൊക്കെ കേലല്ലോ. കാതില് കുനൂന കുത്തിട്ടുളയ്ക്കുമ്പോ നോക്കുകയല്ലേ സൂറ? ഉമ്മിനീശ നോവായിക്കും. വന്ന് നോക്ക്. ഞാൻ വരും. വലത് കാതില് 11 ഇടതേതില് 10 ആകുത്ത്. ഇതങ്ങ് കൊടു.
താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ தம்பி அமீன் சாஹிபோட வீடு வந்துச்சு. शुभ हो जिया. धन्यवाद. ঠিক আছে. ये नाও. মাসি. যুগান্তর পত্রিকা আপনার লেখাটা খুব বলিষ্ঠ ছিল। হ্যাঁ, ওইটা সত্যি খুব ভালো ছিল। মজিন্দরকে কিন্তু বলে দিও পত্রিকাগুলো বীরভূমে পৌঁছতে। ঠিক আছে. ஷெல்வி. வணக்கய்யா, வேலை தேடி வந்திருக்கிறாரு. உங்க ஊர்க்காரர். நீங்க தான் உதவணும். എന്താ പേര്? മജീദ്. ഓ. നേത്തിക്ക് ഒരു പൊട്ടി ജാമല്ല തിരുട് പോച്ചയ്യാ. ഓ ഓ ഓ. വരൂ. അച്ചടിശാലയും പുസ്തക പ്രസാധനവുമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. പിന്നെ ഒരു നെയ്ത്തുശാലയും. ഇവിടെ ഇയാൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും? എന്ത് ജോലിയും ചെയ്യാൻ സാഹിബ്. നാട്ടിൽ എന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ദേശീയ പ്രസ്ഥാനവുമായി മജീദ് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. യാത്രക്കിടയിൽ ചിലതൊക്കെ. പിന്നെ ഗാന്ധിജി വൈക്കത്ത് വന്നപ്പോ ഞാൻ പോയി കണ്ടായിരുന്നു. വരൂ. ഇതെന്റെ ഒരേ ഒരു മകൾ ഷബ്നം. കൽക്കത്തയിലാ ജനിച്ചതും വളർന്നതും ഒക്കെ. എല്ലാ കൊല്ലവും വിജയദശമിക്ക് തൊഴിലാളികൾക്ക് മധുരം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു ഇവളുടെ അമ്മ നന്ദിതയ്ക്ക്. മോളെ, ഇത് നമ്മുടെ നാട്ടുകാരനാ. കൊടുക്ക. നമസ്തേ. നമസ്തേ. നാട്ടില് പോണെന്ന് ഞാൻ ബാബയോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ? നാട്ടിലേക്ക് പോണം, പക്ഷേ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. വരൂ. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ ബാബയ്ക്ക് എന്ത് സന്തോഷ. ശബന നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. നമ്മള് തമ്മില് മലയാളം മാത്രമേ പറയാവൂന്ന് ബാബയ്ക്ക് വലിയ നിർബന്ധ. ഏത് ഭാഷ പറയുന്നു എന്നതിലല്ല കാര്യം. ഭാരതീയനായിരിക്കുക, അതിൽ അഭിമാനിക്കുക, അതാണ് വേണ്ടത്. ഭാരതീയന് മാത്രമേ നല്ലൊരു ബംഗാളിയോ മലയാളിയോ തമിഴിനൊക്കെ ആവാൻ പറ്റൂ. അല്ലേ ഷെൽവി? ആമാ. ആനാ ഇവർക്ക് ഏതാത് വേല. ഞങ്ങളുടേതൊരു കച്ചവട സ്ഥാപനമല്ല. ഓരോ പ്രസിദ്ധീകരണങ്ങൾക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ വേതനമൊന്നും കുറയ്ക്കില്ല. കടകളിൽ ചെന്ന് പുസ്തകങ്ങൾക്ക് ഓർഡർ എടുക്കണം. ചെയ്യാൻ സാഹിബ്. മജീദ് എന്നാ നമ്മുടെ പ്രസിന്റെ മുകളിൽ താമസിക്കട്ടെ. ഷെൽവിയുടെ സഹായം, പിന്നെ സാഹിബിന്റെ നല്ല മനസ്സും. சாஹிபும் அவரோட பொண்டாட்டியும் முதல்ல இங்கதான் தங்கியிருந்தாங்க தம்பி. ഞാൻ ഏതായാലും കുറച്ചാൾ ഇവിടെ തന്നെ നിൽക്കും. ഈ അലച്ചിലൊക്കെ അവസാനിപ്പിച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി നാട്ടിലോട്ട് പോകണം.
உனக்கு திரும்பி போகிறதுக்கு இடமும் இருக்கு, உன்னை எதிர்பார்க்கறதுக்கு ஆளு இருக்காங்க. ചെൽവി നാട്ടിലോട്ടൊന്നും പോകാറില്ലേ? இல்ல. எல்லாரும் இருந்தாங்க. ஆனா நான் இப்படின்னு தெரிஞ்சதுக்கு அப்புறம் வீட்டுக்கும் ஊருக்கும் சாபம்னு ஊரை விட்டே துரத்திட்டாங்க. என் ஜென்மம் இப்படி ஆயிடுச்சு. അങ്ങനെയൊന്നും പറയരുത്. நான் என்ன பண்ணேன்? இப்படி பிறந்தது ஏன் தப்பா? எல்லாம் இந்த கடவுளோட சதி. எனக்கு ரொம்ப ஆசைகள் இருந்துச்சு தம்பி. ஆனா இந்த ஜென்மத்துல அது நடக்காது. செல்வி, நாங்க அழமாட்டோம் தம்பி. எங்க ஊர்ல எங்களை அரவான்னு சொல்லுவாங்க. அரவானோட அணிகள். அரவான் ஏலப்பாளையோட படைத்தலைவன். நாங்க அவரோட பின்முறை. அதனாலதான் நான் அமீன் சாஹிப் மாதிரி ஆளுக்கிட்ட சேர்ந்துட்டேன். വഴി അറിയാലോ അല്ലേ? അറിയാം. പ്രിയപ്പെട്ട സുഹ്റ, നിന്നെ കാണുമ്പോൾ പറയാൻ ഒരുപാടുണ്ട് മനസ്സിൽ. എഴുതാൻ വൈകിയതിൽ നിനക്ക് പിണക്കമാണെന്നറിയാം. ഇന്നെന്താ വിശേഷം? ഇന്ന് ഇവിടെ ഒരു അതിഥി വരുന്നുണ്ട്. അതാരാ? ആഹാ, തൽക്കാലം അതൊരു രഹസ്യമാണ്. അയ്യാ ബഹൻ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് എന്തൊക്കെയോ മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആരാ? മാഫ് കർദോ ഭയ്യ, ആളിനെ നേരിട്ട് പരിചയപ്പെടുത്താം. എന്താ പോരെ? വന്നു, അവൻ വന്നു. ചൊല്ലോ ഭയ്യ, ചൊല്ലോ ചൊല്ലോ. ডাক দিয়ে ক্রন্দন রোলে উড়ে গেল দিনের পাখি, চারিদিকে শত্রু সেনার মতো ধায় তপ. ആ മജീദ്, വരൂ വരൂ വരൂ. ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇതാണ് പ്രഫുൽ. എഴുത്തുകാരനും വാഗ്മിയൊക്കെയാണ്. അതിലുപരി നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പണിയെടുക്കുന്നവൻ. കുറച്ചു കൊല്ലം മുമ്പ് തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ വന്നിരുന്നു ഇയാൾ. പ്രഫുല് യുദ്ധത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിനെ കുറിച്ച് ഓർഡർ ഇന്നലെ ഞാൻ എടുത്തിരുന്നു. ഇതാണ് മജീദ്, എന്റെ നാട്ടുകാരനാ. നമസ്കാരം. നമസ്കാരം. മലയാളം കേട്ടാ മനസ്സിലാകും, കുറച്ച് കുറച്ച് പറയും. ശബ്ദമാണ് ഇയാളുടെ മലയാളം ഗുരു. എന്റെ ഗാന്ധിയൻ രീതികളോട് പൂർണ്ണ യോജിപ്പില്ല പ്രഫുലിന്. കുറെ കൂടി തീവ്രമാണ് ഇയാളുടെ ആശയങ്ങൾ. പ്രായം കൊണ്ടാകാം ഇവരുടെ വേഗതയ്ക്കൊപ്പം എനിക്ക് എത്താനാകുന്നില്ല. ലക്ഷ്യം ഒന്ന് തന്നെയല്ലേ സാഹിബ്, മാർഗം മാത്രമല്ലേ മാറുന്നുള്ളൂ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. আচ্ছা প্রফুল, মুর্শিদাবাদে দিয়ে দেবার পত্রিকাগুলো মজিদের হাতে কেদু দিয়ে দেবে। হ্যাঁ ঠিক আছে। কবিতা তো খুব ভালো ছিল। ধন্যবাদ। চলো চলুন চলো. এসো। റഫുലിന്റെ വരവിനെയും പോക്കിനെയും കുറിച്ച് ആർക്കും മുൻകൂട്ടി പറയാനാകില്ല. എപ്പോഴെങ്കിലും വരും, ചിലപ്പോ ആരോടും പറയാതെ പോകും. শবনম, দেখো আমরা দেশের জন্য ফাইট করি। আমরা আমাদের জীবনটাকে একটা ছোট্ট সীমারেখার মধ্যে বন্দি রাখতে পারি না, তাই না? আমাদের ভালোবাসা জানো নিঃশব্দ স্বরের মতো। আরে মজিদ ভাই, আপনি চুপ করে আছেন কেন? নিজের সম্পর্কে কিছু বলুন। നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ റഫുലിന് വലിയ ഇഷ്ടമാ.
എൻ്റെ വിശേഷങ്ങളില്ല, ഞങ്ങളുടെ വിശേഷങ്ങൾ പറയാം. আমাদের ആ മാതെ. ഒരു പുഴയും മറ്റൊരു പുഴയും ചേർന്നാൽ എന്താവും? വലിയ പുഴ. ഒരൊന്നും മറ്റൊരൊന്നും കൂടെ ചേർന്നാൽ എന്താവും? ഒന്നും ഒന്നും എത്രയാണെടാ മജീദേ? ഉമ്മിണി വലിയൊന്ന്. നീ മജീദല്ലടാ, മണ്ട ശിരോമണിയാ, മണ്ട ശിരോമണി. ആ മതി 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 മതി. 1 + 1 = 2. കണക്ക് ശാസ്ത്രത്തിൽ നീ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചല്ലേടാ കേരള വെഞ്ചാല്. ഉമ്മിണി വലിയൊന്നു വിളിയടാ. ഉമ്മിണി വലിയൊന്നേ. നീട്ടടാ കൈ. എല്ലാം കൂടെ ചേർന്ന് ഉമ്മണി വലിയൊരു അടിയായി വിചാരിച്ചോ? ആ പോയി വലിക്കട ചെറുക്ക. ഉമ്മണി വലിയ ഒന്നേന്ന്. ഉമ്മണി വലിയ ഒന്നേ. പോകണുണ്ടോ? 1 1 2 ആർക്കാ അറിയാത്തെ? എത്ര വട്ടം പഠിപ്പിച്ചെന്നത് ആ കണക്ക് പട്ടികയും ഗുണന പട്ടികയും? നാരായണപിള്ള സാർ എത്ര വർഷം പറഞ്ഞതാ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്? ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകയാണ്. സൂറ, ദേ നോക്കിക്കേ, ആ 2 പുഴകളും ഒഴുകണത്. അവിടെ ചേരുമ്പാ വലിയ പുഴയായില്ലേ? ഉമ്മണി വലിയ പുഴ. ശരിയാ, വാ പോകാം. ഉമ്മണി വലിയ ഒന്നേ. എന്താ മകനെ മുഖത്തൊരു വല്ലാഴിക? ഏതാണ്ടുണ്ട്. എന്താന്ന് പറ നീ. എന്റെ കണക്കൊന്നും ശരിയാവണല്ലോ ഉമ്മ. സാരമില്ല, ഒക്കെ ശരിയാകും. എന്റെ മകൻ സമാധാനപ്പെട്. പടച്ചോനോട് തേട്. റബ്ബുൽ-ആലമീന് ഒരുത്തരുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റുകയില്ല മകനെ. ദുആയിരക്ക്. എന്റെ റബ്ബേ, എന്റെ കണക്കൊക്കെ ശരിയാക്കി തരണേ. 1 3 3 2 3 6 3 9. ലൈല വന്നുണ്ട്. ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ഇത് കൊടുത്തോ. ലൈല, ഹായ്. നീ മുതല് ലൈല ഇരിക്കുന്നിടത്ത് ഞാൻ ഇരുന്നോട്ടെ. അപ്പൊ ഞാനോ? ഞാനിരിക്കും.
ഇരിക്കുന്നിടത്ത് ഇതിപ്പോ എന്തിനാ അങ്ങനെ? ലീല പള്ളിക്കൂടത്തിൽ പോണില്ല പിള്ളേരെ. പോവാൻ പോകേ. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാതെ നാലക്ഷരം പഠിക്കാൻ നോക്ക്. എന്ത് പിള്ളേരെ ഇത്? നിനക്കറിയാല മജീദിന് കണക്ക് സാറിന്റെ എന്നും തല്ല് കിട്ടുമെന്ന്. സ്കൂളിൽ പോയില്ലേ, വാപ്പാടെ കയ്യിൽ നിന്നും കിട്ടും. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എന്നെ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യും. പിന്നെ ചിലര് പിച്ചയും മാന്തയും കളിയാക്കുകയും ചെയ്യും, വെറുതെ അവരുടെ ഒരു സുഖത്തിന്. ഇനി ഞാൻ ചത്തുപോകുമ്പോ അവരൊക്കെ പറയുമായിരിക്കും, ആ പാവം മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചയെങ്കിലും ചെയ്യാറുന്ന്. മാറിയിരുന്നേക്കില്ല, തല്ല് കിട്ടുമായിരിക്കാനല്ലേ. നാളെ അല്ല ചെനച്ച മോണ്ടമ്മ കൊണ്ടുവരാ. സുഹ്റ മണിയടിക്കാറായി. ലൈല മാറിയിരിക്കണില്ലെങ്കിൽ ആ ഇരുമ്പുള്ളി എനിക്ക് തന്നേര്. അല്ലോ ഞാനത് തിന്നും പോയി. മാറിയിരുന്നേരില്ല. രാജകുമാരി, എടുത്തോ ഗുണനെ പറ്റിക എടുത്തോ. 8 40. 8 രാവിലെ ഇഷ്ടല്ലേ കണക്ക്? ഇരിക്കെ 12 18. ഇതിലുത്തരം നിങ്ങൾ എഴുത്. ഉത്തരം അറിയാൻ പാടില്ലാത്തവരൊക്കെ എഴുന്നേക്ക്. മജീദ് ഇവിടെ വാ. വാ ഇങ്ങോട്ട് വാ. 18 144. ഞാൻ വിചാരിച്ച പോലെ നിന്റെ തലയുടെ അകത്ത് മുഴുവൻ കളിമണ്ണല്ല. മിടുക്കൻ. ഇക്കണക്കിന് പോയാൽ എനിക്ക് സംശയമില്ല മജീദ് ആയിരിക്കും ക്ലാസ്സിൽ ഒന്നാമൻ. ആ മണ്ഡശിരോമണിമാരൊക്കെ ഉത്തരം 100 വട്ടം സ്ലേറ്റിൽ എഴുതിക്കോ. 18 144. വാപ്പാടെ ഹോജാത്തി വന്നല്ല. നീ എന്തിനാ മജീദിന് രാഗം വിളിക്കണത്? നിന്റെ വാപ്പാനോട് പറഞ്ഞ പുതിയത് എത്ര വേണമെങ്കിലും മേടിച്ചു തരല്ല. എനിക്ക് സ്ലേറ്റാ ഇഷ്ടം. പുതിയതിലും പഴയതിലും ഒന്നും അല്ല കാര്യം, പഠിക്കണതില അല്ലേ സൂറ? ബാപ്പ ഇപ്പൊ മജീദ ക്ലാസ്സിൽ ഒന്നാമൻ. ആഹാ മുടുക്കൻ. നീ നമ്മുടെ സുഹറാനെ തോപ്പിച്ചാ? അല്ലോ തോപ്പിച്ചൊന്നുമില്ല, ഞങ്ങൾ രണ്ടാളും ഒന്നാമതാ. ആ നിങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് വലിയ ആളുകളാകണം. എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. എന്റെ മക്കള് അങ്ങനെ ഒന്നും ആകരുത്. ഇനിയിപ്പ പുന്നാരിച്ച് കരച്ചില് തുടങ്ങും. അല്ല അതിന് ഈ നാട്ടിലാരാ ഇത്ര വലിയ പഠിത്തക്കാരുള്ളത്? വെളിയിലാണടി ശരിയായ മുസ്ലിമീങ്ങളുള്ളത്. അന്ധവിശ്വാസമില്ലാത്ത നല്ല മുസ്ലിമീങ്ങളെ കാണണമെങ്കിൽ വെളിയിൽ പോണം.
അപ്പൊ ഇവിടെയുള്ളവരാരും മുസ്ലിമീങ്ങളല്ല? ഇവിടെയുള്ളവര് കരുതണത് ഇവര് മാത്രമാണ് ശരിയായ ഇസ്ലാമിങ്ങളെന്ന. അറിവില്ലാത്തതിന്റെ ഒറ്റ ദൂഷ്യാണ്. പടച്ചോൻ വേണ്ടിയ വച്ച് ഇവരൊക്കെ പഠിച്ച് വലുതായി വരുമ്പോ ഈ സ്ഥിതിയൊക്കെ മാറും. മജീദേ, 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 വാപ്പ വന്ന് കാണും. സൂറ ഇതങ്ങോട്ട് കൊടുക്ക്. പിന്നെ മതി. ചെറുക്കന്റെ കാര്യം. വാപ്പ വന്നിട്ടുണ്ട്. വാ. അന്തരൂ 2 ചക്കര പോഞ്ഞെടുത്തേ. നല്ല ഒന്നാം തരം പനഞ്ചക്കര. അതെടുക്കടാ. അതെടുക്ക്. ആ ഇത് முதலாளி நீங்க சொன்ன மாதிரி கூப்பின்னு உஸ்ரான ஆஞ்சிന് പണം താൻ കിടച്ചത്. പുതിയ പള്ളിക്കൂടത്തിന് നെടുന്തൂട് വെക്കാൻ കൊച്ചു നീലാണ്ട് വേണ്ടിയോ? നീലാണ്ടുണ്ടെങ്കിലേ നമ്മുടെ പാറുക്കുട്ടി വേണം. അവളെ ഒത്തൊരാനയാ. അത് ശരിയാ. ഏതായാലും ഇടിഞ്ഞു വീഴാറായ പള്ളിക്കൂടം ഒന്ന് പുതുക്കട്ട. ഇനിയും മരം വണച്ച മോലാളുടെ കൂപ്പിലേക്ക് വന്നാ മതിട്ടാ. സ്ഥലത്തെ പ്രധാനികളെല്ലാം ഉത്സാഹിച്ച പള്ളിക്കൂടത്തിന്റെ പണി വേഗം തീർക്കാം. എന്തായാലും ഈ ചിങ്ങട്ടന്നെ പള്ളിക്കൂടത്തിന് പണി തുടങ്ങണം. നീ ഇങ്ങനെ തിന്നോണ്ടിരുന്നോ? പിത്തം പിടിക്കും. ഒരു ചായ കുടിച്ചാച്ചും പോ. വേണ്ട തോമ, ഇത് അടക്കാക്കളത്തിൽ ചൊരിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ഏത് നേരവും വെയിലും മഴയും നോക്കാണ്ടുള്ള കൂട്ടത്തില സുഹറാനെ വലിയ പള്ളിക്കൂടത്തിൽ വിട്ട് പഠിപ്പിക്കണമെന്ന മോഹം. പള്ളിക്കൂടത്തിൽ ചെന്നപ്പോഴാ മാഷ് ഇക്കരക്കടവിലോട്ട് പോകുന്നെന്ന് അറിഞ്ഞത്. ഒരു എഴുത്തുണ്ട്. മദിരാശിന്നാ അഞ്ചലോട്ടക്കാരൻ പൊക്കം. അറിഞ്ഞില്ലേ, 2 പേരും ജയിച്ചിട്ടുണ്ട്. നിങ്ങളുടെയും പടച്ചോന്റെ ഒക്കെ അനുഗ്രഹം. അത് മാത്രല്ല ബീരാനെ, പഠിക്കാൻ മിടിക്കുക സുഹറ. പിന്നെ ഉമ്മണി വല്ലൊന്നും ഇപ്പം മിടുമിടുക്കണ. എന്റെ സുഹറാനെ എനിക്ക് ഇനിയും പഠിപ്പിക്കണം. പട്ടണത്തിലെ വലിയ സ്കൂളിൽ തന്നെ വിട്ടു പഠിപ്പിക്കണം. നിന്റെ മകളുടെ തലയിലെ നിലാവ് വെളിച്ചം കണക്കാൻ ബുദ്ധിയുണ്ട്. അത് ഇനിയും തെളിയട്ടെ, അല്ലേ ഉമ്മണി വല്യൊന്ന്? ഹലോ, വാപ്പാടെ പൊന്ന് പഠിച്ച് പഠിച്ച് വലിയ ഉദ്യോഗം മേടിക്കണം. എന്തൊരു മഴ, എന്തൊരു മഴ. എല്ലാരും കൂടെ വന്നിണ്ടല്ലോ. അത്ര പെട്ടെന്നൊന്നും തോരുകയല്ല. എന്താ എന്താ പറ്റിയത്? സംഗതി അറിഞ്ഞ
അടയ്ക്കാക്കളത്തിനടുത്ത് പറിച്ച് കിടക്കുകയായിരുന്നു. നല്ല പനിയുണ്ടെന്നാ തോന്നണത്. ചൂടോടെ ഇത്തിരി കഞ്ഞി കുടിച്ചേച്ച് കിടക്കട്ടെ, നാളത്തേക്ക് മാറും. വിളിച്ചകത്തോട്ടിരുത്ത പോകാം. നമ്മൾ ഇറങ്ങണ വീരാനിക്ക. ഇരിക്കണ്ട, അകത്ത് പോയി കിടക്ക് വീരാണ്. ഇടിയും മഴയുള്ള നേരത്തെ ഇവിടെ ഇരിക്കാതെ അകത്തേറി കിടക്കണ്ടോ നിങ്ങള്? ഈ പെരുമഴ മുഴുവൻ നനഞ്ഞ് മേലതായല്ല പടച്ചനെ. എനിക്കൊന്നുമില്ല, നീ വെറുതെ അതും ഇതും പറഞ്ഞ് മക്കളെ വിഷമിപ്പിക്കണ്ട. എന്താ വാപ്പ? ആ അതൊക്കെ ഉണ്ട്. പാപ്പ ഇപ്പൊ വരാൻ കേട്ടാ. ഹലോ, വല്ലാണ്ട് കുളിന്ന് വറക്കുന്നുണ്ടല്ലോ. പനി കൂടും, അതുകൊണ്ട് പണിക്ക് പോണെന്ന് ഞാൻ പറഞ്ഞല്ലേ. എടീ, നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കണം. അതിനുവേണ്ടി കുറച്ച് പണിയും കൂടെ ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. മക്കളെ ഭാഗത്തോട്ടിരിക്കും. വാപ്പ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക്. ഇതൊന്ന് അടയ്ക്കാൻ മേലാർന്ന മഴവെള്ളം കയറുന്നുണ്ട്. ആ വാ വാ, നിങ്ങക്ക് വാപ്പാ തുണിയും കുപ്പായും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ചൂടെടുക്കട്ടെ. സൂറ കഴിച്ചാ? വാപ്പ വരാൻ വൈകി ഇപ്പൊ കഴിച്ച്. നിനക്ക് എനിക്ക് എന്തിനാ മേടിച്ചത്? വല്ലപ്പോഴും അല്ലടി. വാപ്പ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറയുവാ. കാലം പറക്കണ മാറി പിറക്കണ രാവ് തണുക്കണ നേരം അതിരില്ല കിസ്സത്തൻ കിളിവാതിൽ ചാരത്ത് രാക്കഥ മൂളുന്നതാരോ രാക്കഥ മൂളുന്നതാരോ എങ്ങനെയുണ്ട്? നമ്മുടെ പള്ളിക്കൂടം പോലെയാണോ? എത്ര കുട്ടികളുണ്ട് ക്ലാസ്സില്? എവിടെയാ കളിക്കണേ? നെല്ലിക്കാമാരുണ്ട് ആ പള്ളിക്കൂടത്തിന്റെ മുമ്പില്. സൂറ, ഞാൻ മരിച്ചതാ. എനിക്കും പഠിക്കണം. പുറത്ത് എന്തോ ഒരു കാറ്റാ. മജീദ് അപ്പുറത്ത് എന്തെടുക്കടി? അവനുറങ്ങി. ഈ നാട്ടിൽ ആരും പഠിപ്പിക്കാത്ത വലിയ പള്ളിക്കൂടത്തിലാണ് ഞാൻ അവനെ ചേർത്തിരിക്കുന്നത്. അവനെ നിന്റെ ബുദ്ധിയല്ല, എന്റെ ബുദ്ധിയാ. മനസ്സിലായ? ഇല്ല. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവണുണ്ട്. പിന്നെ എന്തിനാ ഇല്ല ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കണത്? ഞാൻ എന്താ അത്രയ്ക്ക് ബുദ്ധൂസാ? അവിടെ നിക്കടി പഠിപ്പൂസേ. അപ്പുറത്തെന്താ ഇടിയും നിലവിളിയും കേൾക്കും. എന്റെ റബ്ബേ, ഓരോരോ തൊട്ടിലും ചൊല്ലണ നമ്മോട്
കനവായി ജനനം ഓരോരോ തൊട്ടിലും ചൊല്ലണ നമ്മോട് എവിടന്നു വരണതി കനവായി ജനനം പിന്നോരോ മഞ്ചലും നമ്മോട് ചൊല്ലണ എങ്ങോട്ട് പോകണ കഥയായി മരണം കാലം പറക്കണ നാരി പീറക്കണ രാവ് തണുക്കണ നേരം അതിരില്ല കിസ്സത്തൻ കിളിവാതിൽ ചാരത്ത് രാക്കഥ മൂളുന്നതാരോ. നമുക്ക് ആ സോറാനെയും കൂടെ പഠിപ്പിച്ചാലെന്താ? എടീ, എന്റെയും നിന്റെയും ചോരപ്പെട്ടതെല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടാവും നിനക്കറിയാവാ? 26ഉം 41. 26ഉം 41 എത്രയാണെന്ന് അറിയാവാ? ഇല്ല. എത്രയാണോ വയ്യ നിനക്കറിയാവാ? ഏ പോണടി നിന്റെ ബുദ്ധി. എടീ 67. അതുങ്ങളെ ഒന്നും പഠിപ്പിക്കാതെ നമ്മൾ സൂറാനെ പഠിപ്പിക്കണത് ശരിയാണാടി? അല്ല. ശരിയാ, 67. ഇതിലോട്ട് തുപ്പിയാ പോരെ? ആ ചെടിയുടെ ഇലയിലൊക്കെ ചോര പോലെ കിടക്കും. അമ്മന്റെ ഉമ്മാനെ കെട്ടിക്കണ ഒരു ചെടി. എടി, ഇത് അമന്റെ ബുദ്ധിയ നിന്റെ ബുദ്ധിയ? എടി, ഇവൻ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ. രാജ്യമൊക്കെ ഒന്ന് ചുറ്റിയിട്ട് നമ്മളെപ്പോലുള്ള ലോഹരൊക്കെ എങ്ങനെയാണ് ജീവിക്കണത് നമ്മ പഠിക്കട്ടാ. മനസ്സിലായ? ഇല്ല. ദേ തുടങ്ങി. എന്തേലും മുണ്ടിപ്പോയാ ഉടനെ പൊക്കോ, രാസ്യം വിട്ടോ. എന്നാൽ എന്തിനാ ഇതിങ്ങനെ എന്നും പറയണത്? എടേ, ഇമന് ബുദ്ധിയില്ല. ഇമന് കിട്ടിപ്പോയത് നിന്റെ ബുദ്ധിയാ. ദേ ഇപ്പിളിപ്പിളായപ്പോ എന്റെ ബുദ്ധിക്കാ വലിയ കുറ്റം. എന്നെ ബദരിങ്ങളെ, എന്തൊരു പങ്കപ്പാടാണിത്. എടേ, നീ 1000 ബദരീങ്ങൾ വിളി, എന്നാലും നിനക്ക് ബുദ്ധി ഉണ്ടാവുക? ഇല്ല. ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവുക? ഇല്ല. എന്നാ നിങ്ങൾ എഴുതി കാണിക്കേ. എഴുതി കാണിക്കാനാ? എടേ, നിന്റെ വാപ്പ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടാ? ഇല്ല. നിന്റെ ആങ്ങളമാര് പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടാ? ഇല്ല. ഓ, നിങ്ങളുടെ എല്ലാവരും ഒത്തിരി പഠിച്ചിട്ടുണ്ട്. തറുതല പറഞ്ഞാണ്ടല്ലോ ചവിട്ടി ചങ്കുകളോ ഞാൻ. ആ കള്ള പടുക്കൂസ്. മജീദിന്റെ അത്രയല്ല ആവുള്ളു. ആ സോറാനും കൂടെ പോയി കുപ്പായം കഴിയടി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. തുപ്പലാക്കി. അയൽവക്കക്കാരുടെ പരാധീനവും മഞ്ഞിക്കെട്ടൊന്നും എന്റെ മുമ്പിലോട്ട് എഴുന്നള്ളിക്കണ്ട കേട്ടാ. പറഞ്ഞ മനസ്സിലായ? তাহলে আমরা তেভাগা আন্দোলন করছি? হ্যাঁ 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 করছি করছি। প্রফুল্লদা একজন দেখা করতে আইছে। আমি? আরে মজিদ ভাই, പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. আসলে এই সমস্ত বইগুলোতে জমিদাররা কি করে গরিবদেরকে শোষণ করে সেই সব লেখা আছে। സാഹിബ് പറഞ്ഞായിരുന്നു. ও তো এখানে আসতে কোনো অসুবিধা হয়নি তো? ഒരു യാത്രയും ഞാൻ ആഗ്രഹിച്ച് നടത്തുന്നതല്ല പ്രഭു, അതങ്ങനെ സംഭവിക്കുന്നു. যাই হোক, আজকে আপনি এখানে থাকবেন। আসুন। দেখুন, നിങ്ങൾ മലയാളത്തിൽ കഥ പറയൂ. എനിക്ക് മനസ്സിലാക്കും മജിദ് ഭായ്. ജീവിതം സ്വന്തം ഭാഷയിൽ പറയാനാകൂ പ്രഭു, എനിക്കും നിങ്ങൾക്കും. আপনি বলুন না মজিদ ভাই. എൻ്റെ ആദ്യ യാത്ര തുടങ്ങുന്നത് ഒരു രാത്രിയിലായിരുന്നു.
പാപ്പയുടെ മനസ്സിൽ ദേഷ്യത്തിന്റെ തീ കോരിയിട്ട് ഒരു ദിവസം രാത്രി കൊയ്ത്തും മെതിയും തുടങ്ങിയൊരു നോയമ്പ് കാലം. ഒരു ദിവസം കാലത്തെ പാപ്പ പാടത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു, കൊയ്ത് മെതിച്ച് കറ്റ ഉണക്കാനിട്ടിരിക്കുന്നു, നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട്, കൂടെ ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വാരി വിൽക്കും. നിനക്ക് നോമ്പില്ലല്ലോ, പള്ളിക്കൂടത്തിൽ നിന്ന് വന്ന ഉടനെ പാടത്തേക്ക് വരണം. വരാമെന്ന് ഞാൻ ഏറ്റു. പക്ഷേ മറന്നുപോയി. നേരം കുറെ ഇരുട്ടിയപ്പോൾ പാപ്പ വന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാടത്ത് കൊയ്തിട്ടിരിക്കണം നെല്ല് കൊണ്ടുവരാൻ അങ്ങോട്ട് വന്നോന്ന്. എന്നിട്ട് നീ വന്ന ഞാൻ മറന്നുപോയി പാപ്പ. 3 നേരം തിന്നാൻ നീ മറന്നില്ലടാ ആ മുക്കിൽ പടുക്കൂസേ. അകത്തോട്ട് പൊടി. നീയാണ് ഈ പിള്ളേരെ പുന്നാരിച്ചു മുന്നാരിച്ച് ചീത്തക്കണം. പൊടി പൊടി എല്ലാം പൊടിയാത്തു പൊടി പറഞ്ഞ പോടാ. നീ രാജോക്കെ ചുറ്റി ലോകരൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പഠിച്ചിട്ട് വാ. പോകാനല്ലേടാ പോത്തേ പറഞ്ഞത്. നല്ലതാണെങ്കിൽ തന്നെ ഞാൻ അബൂ ബക്കർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അബൂ ജാഹിൽ എന്ന് വിളിക്കും. പോടാ പോടാ പോ. അകത്ത് പൊടി, അകത്തോട്ട് പൊടി. ഉമ്മായി മക്കളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഓടാ പോ. ലോകത്തിന്റെ അറ്റം വരെ ഓടിപ്പോകാൻ ശക്തമായിരുന്നു ആ ആട്ടൽ. മുന്നിലെ ഇരുട്ടിലേക്ക് തനിച്ചിറങ്ങുമ്പോൾ ഉള്ളിൽ വാശിയായിരുന്നു. പണമുണ്ടാക്കണം, പാപ്പയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. പിന്നെ അലച്ചിൽ. നഗരങ്ങളും ഗ്രാമങ്ങളും പിന്നിട്ട് ഈ വിശാലമായ ലോകത്ത് ഞാൻ തനിച്ച്. നാളുകൾ കടന്നുപോയതറിഞ്ഞില്ല. ഒടുവിൽ ഒന്നും നേടാനാവാതെ വെറും കൈയോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ ഗ്രാമം എനിക്കായി ചില വിശേഷങ്ങൾ കരുതി വെച്ചിരുന്നു. അവനിപ്പോ എവിടെയായിരിക്കും? കൊല്ലത്രയായി. ഒരു എഴുത്തുമില്ല, വിവരവും ഇല്ല. തിന്നാ കുടിച്ചാ നിൽക്കാൻ ആർക്കറിയാം. നിങ്ങ വിഷമിക്കണ്ട. ദുനിയാൽ എവിടെ പോയാലും എൻ്റെ മകൻ വരും. വരുന്ന എൻ്റെ മനസ്സ് പറയണത്. പിന്നെ ഞാൻ രാത്രി ഞാൻ അവനെ കിനാവുകണ്ട്. അക്കരെ കടവിന്ന് എൻ്റെ മകൻ എന്നെ വിളിക്കണ പോലെ. ലോകം കണ്ട് ലോകരെയൊക്കെ കണ്ട് അവൻ വരട്ടെ. എടിയേ, അവൻ വാശിയുള്ളവനാണ്. അവന് കിട്ടിയിരിക്കണതേ നിന്റെ വാശിയല്ല, എൻ്റെ വാശിയാ. മനസ്സിലായ? ഇല്ല. നീ വന്നിരിക്കണത് ആരാണെന്ന് നോക്കിയേ. ഇതെവിടെ ഇരുന്നടാ മജീദേ? അക്കരെ വെച്ച് പിന്നായം ഒരാളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. സംഗതി അറിഞ്ഞ നമ്മുടെ മജീദ് വന്നിട്ടുണ്ട്. മൂസയ്ക്ക, ഇതൊന്ന് ചന്ത കൊടുത്തേര്. ആനവാരി മുത്തപ്പ ഒന്ന് വന്ന് സഹായിക്ക്. ഇതാ കുഞ്ഞാളി. കാശൊന്നും വേണ്ട മജീദേ, പട്ടണവും നാട് ചുറ്റച്ചൻ വന്നേക്കണല്ലേ. വെറുതെ എന്തെങ്കിലും സന്തോഷത്തോടെ തന്നാ മതി. വേഗം ഇറക്ക്, അക്കരെ കടലിൽ എത്തേണ്ടതാ. തടിയിലല്ല കാര്യം, അടക്ക്. നമ്മുടെ നാടൊക്കെ മറന്നാ മജീദേ. അങ്ങനെയൊന്നുമില്ല. സംഗതി അറിഞ്ഞ കണ്ടില്ലേ നമ്മളെ മജീദ് വന്നേക്കണേ. ആ മജീദേ, അപ്പൊ വേണ്ട വേണ്ട, നേരത്തൊക്കെ ചെളിയാ.
എന്താ പാപ്പ ഇങ്ങനെയൊക്കെ? നടക്ക്. എങ്ങനെ ജീവിച്ച വാപ്പയും മകനുമാ. എന്തെങ്കിലും കഴിച്ചാ മകനെ? എനിക്കും കരുതിയിട്ടുണ്ടോ അമ്മ? നീ വന്ന് ഇരി. ഉമ്മ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇന്ന് വരുമെന്ന്? കഞ്ഞിയും കൂട്ടാനും വെച്ച് എല്ലാ ദിവസവും ഉമ്മ ഇക്കാനെ കാത്തിരിക്കും. നാടിനു വേണ്ടി സമരം ചെയ്യണവരുടെ ഉമ്മമാരൊക്കെ ഇതുപോലെ ഉറക്കുളച്ച് കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ ഉമ്മ? എന്റെ മകൻ ക്ഷീണിച്ചു പോയി. നിന്നെ എങ്ങനെ വളർത്തിയതാ ഉമ്മ? നിനക്ക് നിറം പോരാഞ്ഞിട്ട് പാലിനകത്ത് പൊന്നും വയമ്പും അരച്ചു ചേർത്ത് ഒത്തിരി നിന്നെ കുടിപ്പിച്ചിട്ടുണ്ട്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? ഒക്കെ നിന്റെ വാപ്പാടെ കിബറുകൊണ്ട് പറ്റിയതാ. അവരൻ കടം മേടിച്ച് മേടിച്ച് പറ്റിച്ച്. പിന്നെ അവനെ നിന്റെ വാപ്പ മരക്കച്ചവടത്തിൽ പങ്കുകാരനാക്കി. നാട്ടിൽ പാലം വരാനുള്ള കരാറാന്നും പറഞ്ഞ് ഏതാണ്ടിലൊക്കെയോ ഒപ്പും. ഒരനുസരണയില്ല. ആ പാത്രം എടുത്തു വെക്കാൻ എത്ര വെട്ടമാണ് ഞാൻ പറയണത്. ഒരുപാട് ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ മകൻ, ബാക്കിയൊക്കെ പിന്നെ പറയാം. ഇനി എന്തെങ്കിലും മുണ്ടിപ്പോയാ പിന്നെ ഒച്ചയും ബഹളോ. നമ്മുടെ സൂറയുടെ നിക്കാഹ് കഴിഞ്ഞ രജബില് തെക്കൻ ഭാഗത്തുകാരൻ ഒരു ഇറച്ചിവെട്ടുകാരനാ കെട്ടിയത്. അവക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. നിർബന്ധിച്ച് കെട്ടിച്ചതാ. വേറെ എന്താണൊരു വഴി? ഇന്നലെ എപ്പ എത്തി? കുറച്ച് മുമ്പേ എത്തിയതുള്ളൂ. വെളുക്കും വരെ പ്രഫുല്ലുമായിട്ട് കഥയും പറഞ്ഞിരുന്നു. ബാബ അന്വേഷിച്ചിരുന്നു. ഞാൻ പോയി കണ്ടോളാം. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? അവിടെ നിന്നാരും ഒരു വിശേഷവും എന്റെ കയ്യിൽ തന്നയച്ചിട്ടില്ല. അയ്യടാ, എന്നാലേ എന്റെ കയ്യിലൊരു വിശേഷമുണ്ട്. അത് ഞാനും ആർക്കും തരില്ല. അത് വീട്ടിൽ നിന്ന് തരൂ. ഇങ്ങ് തരൂ. തരൂ. മകനെ, നമ്മുടെ വീടും പൊരയിടും അവറാൻ നടത്തിയെടുത്ത് കള്ളപ്രമാണത്തിൽ ഒപ്പിടിച്ച് നിന്റെ വാപ്പാനെ ചതിച്ച് ഞാനും വാപ്പായും സാധ്യപ്പെട്ട് പറഞ്ഞിട്ടും ഉടനെ ഇറങ്ങി മാറാനാണ് പറയണത്. ഈ പെമ്പിള്ളാരെ രണ്ടിനെയും സൂക്കേടായി കിടക്കണ വാപ്പാനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? സൂറയ്ക്ക് നല്ല സുഖമില്ല. ഇവിടുത്തെ വിഷമങ്ങൾ അറിയിച്ച് നിന്റെ മനസ്സ് നോവിക്കരുതെന്ന് സൂറ പറഞ്ഞ് ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാ സൂറ ഇത് എഴുതണത്. അതാ എഴുത്ത് വിടാൻ വൈകിയത്. സ്നേഹത്തോടെ ഉമ്മ.
എന്റെ കാല് എന്റെ കാല് എന്റെ കാല് പോയി. কি হলো? ഞാൻ ഇനി എങ്ങനെ നടക്കും, എങ്ങനെ ജീവിക്കും? না ঠিক আছে, আপনি শান্ত হন। ഞാൻ കണ്ട കനാവെല്ലാം പോയല്ലോ റബ്ബേ. ഇങ്ങനെ നടക്കാൻ പഠിക്കേ. വിഷമിക്കേണ്ട, ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് വിചാരിച്ച് അനുഗ്രഹമായി കിട്ടിയ ജീവിതത്തെ ശാപമായി കരുതരുത്. എനിക്കൊരു വിഷമവുമില്ല സാഹിബ്. 17 വയസ്സ് വരെ എല്ലാ സുഖങ്ങളോടും കൂടി ജീവിച്ചവനാ ഞാൻ. പിന്നെ ജീവിതം കൈവിട്ടു പോയി. ഇപ്പൊ ഇങ്ങനെയായി. എല്ലാം ശരിയാവും മജീദ്. പലപ്പോഴും പ്രതീക്ഷകളാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ കണക്കെഴുത്തുകാരനായി മജീദിന് ഇനിയും ജോലി ചെയ്യാം. ഞാൻ കണക്കിന് മോശമാണ്. പ്രസ്സിലെ കാര്യങ്ങളൊക്കെ എത്ര കാലം ഇവിടെ തുടരാൻ കഴിയുന്ന ഒരു ഉറപ്പുമില്ല മജീദ്. നമ്മുടെ പ്രസ്സും സ്ഥാപനങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏത് നിമിഷവും കണ്ടുകെട്ടിയേക്കും. സാഹിബ് സൂക്ഷിക്കണം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രഫുൽ അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തതിൽ അവന് വിഷമമുണ്ട്. അവന്റെ ഗ്രാമത്തിലും കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവൻ. ബുദ്ധിമുട്ടി വരണ്ടെന്ന് പറ. ഇതല്ലല്ലോ പ്രധാനം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മജീദ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയമുള്ളത് മജീദ്. ഇറങ്ങട്ടെ. ഖുദാ ഹാഫിസ്. ഖുദാ ഹാഫിസ്. നാട്ടിലേക്ക് എഴുതിയോ? ഇല്ല. സുഹറായ്ക്കെങ്കിലും. അവളെയും കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാ? എന്നായാലും അറിയണ്ടേ? അറിയും, പറയട്ടെ. ഒന്നരക്കാല. ഏയ് என்னாச்சு தம்பி? ஏதாச்சும் தேவைன்னா கூப்பிடலாம்ல. സഹായത്തിന് ഇതുവരെ സുഹറ ഉണ്ടായിരുന്നു കൂടെ. யாரு? உன் காதலியா? സ്വപ്നം തീർന്നപ്പോ അവളങ്ങ് പോയി. என்னப்பா இதெல்லாம்? உன்னோட இதயம் இன்னும் உன்னோட காதலுக்காக துடிக்குதா? സുഹറ ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു ഞാൻ. ഒരു ദിവസം അവള് വന്നു. കാലം എത്രയെന്നറിയാവോ മകൾ ഈ കരയിലോട്ട് വന്നിട്ട്? എന്നാ ഇറങ്ങിക്കോ. പാലം വന്നാലും ബോട്ട് വന്നാലും ഈ കടത്തുകാരി കുഞ്ഞാളി അക്കരെ ഇക്കരെ കാണും കേട്ടാ. ഞാൻ പോണ്. നമ്മുടെ സൂറല്ലേ ഇത്? ഇന്നലെ ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു നമ്മുടെ മജീദ്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയിട്ടല്ലല്ലോ നിന്നെ ഞങ്ങള് കെട്ടിച്ചു വിട്ടത്. ഞാൻ ഇവിടെ വന്ന് എന്റെ വീതം മേടിക്കണോന്ന് പറയണത് കേട്ട് കേട്ട് മടുത്തു. ഇനിയിപ്പോ ഇതുകൊണ്ട് മതിയാവുമെങ്കിൽ നമുക്കിതങ്ങോട്ട് കൊടുത്തേക്കാം മോളെ. എന്തിന്? എനിക്ക് അനിയത്തിയില്ലേ, ഉമ്മ ഇല്ലേ? നിങ്ങൾ എങ്ങോട്ട് പോകും?
അയാൾക്ക് ഞാൻ മാത്രമല്ലമ്മ, വേറൊരു കെട്ടിയോളും അതേ 2 കുട്ടികളും ഉണ്ട്. ഇത്താത്തേനി അങ്ങോട്ടും പോകണ്ട, ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ കഴിയാം. ഞാനവിടെ വേലക്കാരിയാണ് ജമീല. മടലിൽ തല്ലിക്കൊടുത്ത് കാശും പണം ഉണ്ടാക്കണം. കുറഞ്ഞ എന്നെ തല്ലും. ഇന്നാള് ഞാൻ പുറത്തായപ്പോ 4 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. ഈ മാതിരി ചില കഥകൾ കേൾക്കുമ്പോ വാപ്പ പറയുമായിരുന്നു, എല്ലാം പുറത്ത് അടിമേനെ പോലെ കഴിയേണ്ടുള്ള പെണ്ണെന്ന്. ഇതൊന്നും പുറത്തു പറയാതെ സഹിച്ചും പുറത്തും കഴിയുമ്പോ ഇന്നാളെന്റെ അടിവയറ്റത്ത് ചവിട്ടിയിട്ട് മറ്റേ കെട്ടികളുടെ അടുത്തോട്ട് പോയി. നീ എനിക്ക് തുന്നല് പഠിപ്പിച്ചു തരുവാടി. നിനക്ക് തരാൻ കുറച്ചു നാളായിട്ട് ഞാൻ മേടിച്ചു വെച്ചതാ. നീ മജീദിനെ കണ്ടായിരുന്നോ? ഇന്നലെ കണ്ടപ്പോഴും ഇത്താത്തെ ചോദിച്ചു. മിഞ്ഞാന്ന് അക്കരച്ചന്തയെ വെച്ച് കുഞ്ഞിത്താച്ചുമാനെ കണ്ടപ്പോഴാ അറിഞ്ഞത് ഇവിടെ തന്നെ ഉണ്ടെന്ന്. എന്നോട് പിണക്കമായിരിക്കും. ഞാനൊരിക്കലും തിരിച്ചു വരികയില്ലെന്ന് വിചാരിച്ചല്ലേ? എല്ലാരും അങ്ങനെ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു തിരിച്ചു വരുമെന്ന്. പിന്നെ എന്നിട്ട് എന്തേ എഴുത്തുവിടാഞ്ഞ്? പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അയച്ചില്ലെന്ന് മാത്രം. ഞാൻ ദിവസവും കത്തിന് കാത്തിരിക്കും. ഓരോ രാത്രിയും ഞാൻ ഓർത്തോർത്ത് കരയും. യാതൊരു അപകടവും ഒരു സൂക്കേടും വരുത്താതിരിക്കാൻ എന്നും പഠിച്ചവനോട് തേടും. വീണ്ടും തളിർ പൊടിഞ്ഞുവോ ഋതുഭേദം പുൽകിടാതെ വരളും ഹൃദയശാഖിയിൽ, വരളും ഹൃദയശാഖിയിൽ. വീണ്ടും തകർന്നടിയും നിലവിൻ പുല്ലാങ്കുഴൽ, നിലവിൻ പുല്ലാങ്കുഴൽ വീണ്ടും. വേറൊരു നീലനിറം വാനിൽ വെൺമുകിലോ വെൺചാമരമായി. ശലഭച്ചിറകിനു പുതുവർണ്ണം മലരിളകുന്നതിലൊരു മാറ്റം, മലരിളകുന്നതിലൊരു മാറ്റം. കഥയാണോ കടമാണോ, കഥയാണോ കടമാണോ, വ്യഥയിൽ പൂത്ത സുഖമാണോ, വരളും ഹൃദയശാഖിയിൽ നിലവിൻ പുല്ലാങ്കുഴൽ വീണ്ടും തളിർ പൊടിഞ്ഞു.
അവരാരും കാണുന്നില്ലല്ലോ. ഇന്ന് ആശുപത്രി വിടുന്ന കാര്യം നീ അവരോട് പറഞ്ഞില്ലേ? അവങ്ങൾക്ക് ഏതാത് വേല ഇരിക്കും. എന്ത് തിരക്കുണ്ടെങ്കിലും വരേണ്ടതാണല്ലോ. അവർക്ക് എന്ത് പറ്റിയാവും? গহনামা পোঙ্গ তম্বি ভালো থাকুন। ধন্যবাদ। একটু জল দিন ওনাকে। না ঠিক আছে, শান্ত হন। ওনাকে দেনি। സായിമിന്റെ വീട്ടിലോട്ട് വിട്ടു. അവരെ കണ്ടിട്ട് പോവാം. வேணாம் தம்பி, எங்க வீட்டுக்கு போலாம். എന്താ? அவங்க யாரும் அங்க இல்ல. ഇവിടെ ആരും ഇല്ലേ? അവരൊക്കെ എവിടെ പോയി? தெரியல தம்பி. സത്യം പറഞ്ഞു, നീ എന്താ എന്നിൽ മറച്ചു വെക്കുന്നത്? இல்லையே, அவங்க எங்க போனாங்கன்னு எனக்கு தெரியல தம்பி. വണ്ടി നിർത്തിക്കേ, നിർത്ത്. சாஹிப் போயிட்டாரு. அந்த பாவிங்க அவரை கொண்டுட்டாங்க. നീ എന്തായി പറയുന്നത്? ஆமா தம்பி, ஆமா. ஒரு 4 நாளுக்கு முன்னாலே எல்லாத்தையும் எரிச்சிட்டாங்க. காலையில நம்ம வீட்டு முற்றத்துல துண்டு துண்டா கிடந்தாரு நம்ம அமீன் சாஹிப். அப்போ ஷப்னம்? தெரியல தம்பி, யாருக்கும் ஒன்றும் தெரியாது. ரொம்ப தேடினேன், എങ്ങനെ തെരിയില്ല തമ്പി. ആർക്കു വേണ്ടിയാണ് ഈ കലാപങ്ങൾ? നമുക്കിടയിൽ ആരാണ് ഈ മതത്തിന്റെ അതിരുകൾ തീർക്കുന്നത്? അത് ബ്രിട്ടീഷുകാരാണ്. മതങ്ങളെ ഭിന്നിപ്പിച്ച് അവർ കലാപം സൃഷ്ടിക്കാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് ആശങ്കയുണ്ട്, ഇതിങ്ങനെ തുടർന്നാൽ ഈ രാജ്യം വിഭജിക്കപ്പെട്ടേക്കാം. നാം എല്ലാം ഒരമ്മയുടെ പൊക്കിൾ കൊടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിന്റെ അനൽ ഹക്ക് അഹം ബ്രഹ്മാസ്മി. എല്ലാ പ്രപഞ്ച ചൈതന്യങ്ങളും ഒന്നാണെന്ന് തിരിച്ചറിയാൻ നാം പ്രയത്നിക്കണം. মজিদ ভাই, আমাদের সাহেব। দই লুচি ভাজা। ঠিক আছে। সর্বত্র সাম্প্রদায়িক দাঙ্গা বাঁধিতেছে, ধর্মের নামে মানুষ মানুষকে হত্যা করিতেছে, ভীত মানুষ নিজের বাড়ি হইতে পলায়ন করিতেছে, চতুর্দিকে দ্রুত অবস্থার অবনতি হইতেছে, পরিস্থিতি নিয়ন্ত্রণে বাহিরে চলিয়া যাইতেছে, প্রশাসন কোনরূপ ব্যবস্থা গ্রহণ করিতেছে না, দুপক্ষের লোক বিবাদ করিতেছে, কেহ কাহাকেও বিশ্বাস করিতেছে না। দেখে নিও, আরেকটা বিশ্বযুদ্ধ শুরু হলে পরে লোকে না খেতে পেয়ে মরবে। ব্রিটিশদের এই যুদ্ধের জন্য ভারতীয়রা ক্ষতিগ্রস্ত হবে বেশি। দুয়ানা হয়েছি। আমার পার্স, പേഴ്സ് അവിടെ പോയി? റബ്ബേ. ഓ മലയാളിയാണല്ലേ? ഈനെ പോലെ പലതിനെയും കണ്ടിട്ടുണ്ട്. പൈസ തന്നിട്ട് പോയാ മതി. ചിര ഈടെ ഒരാള് പൈസ തരാണ്ട് പോവാൻ നോക്കുന്നുണ്ട്. ആടെ നിക്കില്ല, എനിക്കിവിടെ പരിചയക്കാരുണ്ട്, നാളെ തന്നെ കൊണ്ടു തരാം. അങ്ങനെ പോവാൻ പറ്റും, എന്തെങ്കിലും വെച്ചിട്ട് പോയാ മതി. അല്ല പിന്നെ ഞങ്ങൾ കാസർഗോഡുകാരെ പറ്റിക്കാൻ നോക്കുന്ന പറ്റിച്ചല്ല. ഇമാതിരി വെള്ളമൊന്നും ഈടെ ചെലവാകൂല. മാനവും മര്യാദ ഉള്ളവരാ ഇത് ഈടെ നടത്തുന്നു.
എന്തെന്നാ ഈടെ കച്ചട? എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. ഇയാള് എന്തെന്നാ തിന്നിനി? ചൊറ ആക്കണ്ടപ്പാ, പിന്നെ എപ്പെങ്കിലും ഇല വരുമ്പോ തന്നാ മതി. കൊടുക്കടാ. ഓന്റെ ഒരു ക്ഷമിക്കണം, എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. ഇപ്പൊ തന്നെ ഈടെ ആൾക്കാര് കൂടുതലാ. പാത്രങ്ങള് കവുങ്കില് തൽക്കാലത്തേക്ക് ഞാനൊരു പണി തരാം. ഞാൻ ചെയ്തോളാം. ജോസേ, ഇയാളെ അവത്തേക്ക് കൊണ്ടു. പാത്രങ്ങള് കവിത്തരും. ആയിക്കോട്ടെ. ശരിക്കും മലയാളിയാന്ന് എനക്ക് മനസ്സിലായിട്ടില്ല ട്ടോ. നടക്ക്. നാട്ടിലെവിടെയാന്ന് വീട്? വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പില. അടുക്കളത്തള ഇങ്ങോട്ടാ. പ്രിയപ്പെട്ട സുഹറ, നീ എന്താ മൂളാത്ത? ഞാൻ മോളിലുണ്ടല്ലോ. എന്താ എഴുത്ത് വിടാഞ്ഞത്? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ സുഹറ? ഇവിടെ എല്ലാവർക്കും സുഖമാ. ഒന്ന് കാണാൻ കൊതിയാകണം. ഞാൻ എന്നും നിന്നെ കാണുന്നുണ്ട്, ഓർക്കുന്നുണ്ട് സുഹറ. തെക്കുംപുറത്തോട്ട് പോയിട്ട് നമ്മളെ ഓർത്തില്ലല്ലോ. ചുമ്മാ കളിയാക്കണം. ഞാനും അക്കരയ്ക്ക് പോകണം. അവളുടെ കെട്ടിയോനൊന്ന് തൊഴിച്ചെങ്കിൽ എന്തായാലും കെട്ടിയോനല്ലേ. ഒന്ന് നിർത്തുന്നുണ്ടോ? സുറ വന്നിട്ട് കുറച്ചു നാളായല്ലേ? വേലു അതപ്പുറത്തോട്ട് മജീദ് ഇവിടെ തന്നെ ഉണ്ടില്ലേ? സുഹറ എന്തായാലും വന്നേലും നന്നായിട്ടുണ്ട്. ഇനിയപ്പ അങ്ങോട്ട് ചെന്നാലേ കെട്ടിയോൻ ആളറിയില്ല. നാട്ടിലുള്ളതൊക്കെ കേക്കണുണ്ടല്ലോ സുറ. നീ ഇനി അക്കരയ്ക്ക് പോണില്ലല്ലേ? ഞാൻ പോണു. ഇനിയിപ്പ മജീദിനെ കെട്ടാൻ പോണെന്ന് കേട്ട്. തനിക്കെന്താ? കേട്ടാടി കേട്ടാ. എന്റെ നാക്ക് ചൊറിയാണ്. മറ്റുള്ളവരെ കുറ്റം പറയാതെ പണിയെടുക്ക്. ഞാൻ പോകേണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നിനക്കിത് എന്ത് പറ്റി സുഹറ? എന്നെ കാണുന്നത് നാട്ടിലുള്ളവർക്കും മറ്റൊക്കെ വിരോധാണെങ്കി ഞാൻ പൊക്കോളാം. അങ്ങനെ ഇപ്പൊ വിടാൻ മനസ്സില്ലെങ്കിലോ? ആർക്ക്? എനിക്ക്. അല്ലാതാർക്ക? നീ ഞാൻ കരക്ക് പോകണ്ട. വെച്ചോ രാജാ വെച്ചോ, രൂപത്തെ വെച്ച ഇരട്ടിക്കാശ്. ഉഷാർ ഉഷാർ. നമ്മള് കണ്ടില്ലെന്ന ആരോരുമിതറിയില്ലെന്ന പൂങ്കോഴിയും പെടയും തമ്മില് ശിങ്കാരം കിണ്ണാണം അമ്പടി അവളുടെ നാമൂസ്. നമ്മള് കണ്ടില്ലെന്ന ആരോരുമിതറിയില്ലെന്ന പൂങ്കോഴിയും പെടയും തമ്മില് ശിങ്കാരം കിണ്ണാണം അമ്പടി അവളുടെ നാമൂസ്. ഓളടകിയ കൺവല വീശിയോ നദിലൊരു മീനായി വീണേ കൊയ്യാരമൊരു മിണി വലുതാ നാണക്കേ രായല്ലോ
നമ്മള് മുണ്ടാൻ നിക്കണ്ട നാണക്കേടായല്ലോ നമ്മള് മുണ്ടാൻ നിക്കണ്ട മാളോരുടെ മനത മുഴുക്കെ മാന്തുന്നൊരു നകളിപ്പാണേ ഉശിരിലൊരിക്കലും മിശറ് കടിച്ചാൽ മാറാത്തൊരു നൊമ്പരമാണേ നിങ്ങള് കണ്ടിയിലൊന്നും ഈ ദുനിയാവറിവിയിലൊന്നും പൂങ്കോഴിയും പെടയും തമ്മിൽ ശിങ്കാരം കിണ്ണാണം കണ്ടാലാർക്കും കൊതിയാമേ ഹലി ഹലിയോ ഹലി ഹുലാലോ ഹലി ഹലിയോ ഹലി ഹുലാലോ ഹലി ഹലിയോ ഹലി ഹുലാലോ കുത്തിനി ഹാലിക ലിട്ടാപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപ്പി ഹാലിത മാണി കലിഞ്ചല്ലോ കുഞ്ചിനി ഹീലത്ത ഹുത്താലോ. പള്ളിക്കാര് വന്നപ്പോ കാലണ കൊടുക്കാത്തോനെ മട്ടും ഭാവം കാണുമ്പോ വല്ല കാശുകാരനായിന്ന് തോന്നും. ആള് വെറും പാപ്പരാണെന്ന്. പിന്നെ എന്നാത്തിനാ ഇവനൊക്കെ ഇങ്ങോട്ട് വന്നത്? പ്രേമത്തിന്. മടി നിർത്ത്. ഇക്കരയിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് മജീദിന്റെ വാപ്പ. ഒരാൾക്ക് ഇല്ലാവായി വരുമ്പോ തള്ളിപ്പറയുന്നത് ശരിയല്ല. കഴിഞ്ഞില്ലേത് വേഗാവട്ടെ. പട്ടണത്തിലെ ചന്തയിൽ ഇന്ന് തന്നെ ചരക്കെത്തിക്കാനുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് വേണം കൂപ്പിലെത്താൻ. പാപ്പാനെ പോലെ ഹുങ്ക് കാണിച്ച് ഇവനും കണ്ടിടത്തൊക്കെ കാശ് കൊണ്ട തുലക്കായിരുന്നാ മതി. എന്താടാ പറഞ്ഞു? അതേടാ ഞാൻ പറഞ്ഞു തന്നെയാ. കണ്ടിടത്തൊക്കെ എന്റെ വാപ്പ കാശ് കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ കുറ്റ അവറാം മുതലാളിക്ക്. സംഗതി കുലുമാലായി. എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും. എന്റെ വാപ്പാനെ പറഞ്ഞാലുണ്ടല്ല. ആ വാപ്പ വന്നുണ്ട്. സോറഞ്ഞി അക്കരയ്ക്ക് പോണില്ലെന്ന്. എന്താണ്? അവക്ക് ഇവിടെ തന്നെ നിക്കണം. മജീദ് അവളെ കെട്ടിക്കോളാന്ന്. അവൻ എന്തിന്റെ ഭ്രാന്താണ്? വല്ല ജോലിയാ പണിയാ ഉണ്ടാ? ഈ മൂന്നെണ്ണത്തിന്റെ കൂടെ ഞാൻ എങ്ങനെയാണ് അതിനെയും കൂടെ പോറ്റണത്? ഈ യമണ്ടൻ ദുനിയാവിൽ അവന് പറ്റി എന്തെങ്കിലും പണി കാണും. അതെന്തെങ്കിലും പോയി ചെയ്യാൻ പറ. എന്നിട്ട് കെട്ടുകയോ പൊറുപ്പിക്കുകയോ എന്ത് വേണേ ചെയ്യാവല്ല. എന്നെ കൊണ്ട് ആകുകയില്ല. എനിക്ക് വയസ്സായ എല്ലാത്തിനെയും കൂടെ പോറ്റാൻ. അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. പാപ്പാനെയും ഉമ്മാനെയും പോറ്റേണ്ട പ്രായത്തിൽ പുള്ള കളിച്ച് നടക്കണം. എന്റെ മകനൊന്നും മനസ്സിൽ കേട്ടണ്ട. വാപ്പ പറയണേലും കാര്യമില്ലേ?
കെട്ടിക്കാറായ 2 പെങ്ങന്മാര് ഈ കുടുംബത്തില്ലേ. സൂറാനെ നീ കെട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും മനസ്സിൽ. ഇനി ആലോചിച്ചാലും തെറ്റില്ല. പക്ഷേങ്കിൽ എല്ലാത്തിനും കാശ് വേണ്ടേ മകനെ? എനിക്കറിയാം അമ്മ, പക്ഷെ എങ്ങനെയാണ്? ഞാനൊരുവട്ടം പറയട്ടെ. വൈക്കത്തുള്ള നിന്റെ വാപ്പാടെ കൂട്ടര് വടക്കെങ്ങാണ്ടുണ്ട്. അവരിപ്പ വലിയ നിലയിലാന്ന ഒരു പക്കീരൻ പറഞ്ഞത്. അവരെ ചെന്നൊന്ന് കണ്ട എന്തെങ്കിലും സഹായം ചെയ്യും. നീ ഒന്ന് പോയി കാണണം. ഞാൻ പോയി കാണാം അമ്മ. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون. കടവിലോട്ട് പോയെന്ന് ഉമ്മ പറഞ്ഞു. ഞാൻ പോവുകയാണ് സൂറ. എങ്ങോട്ട്? അന്യനാട്ടിലെവിടെയെങ്കിലും നമ്മളൊക്കെ നാവ് കണ്ട പോലത്തെ ജീവിതം ജീവിക്കണമെങ്കിൽ പണം വേണം. പോയിട്ട് ആളും പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം. എന്നിട്ട് പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിടണം. വയസ്സായ വാപ്പാനെ ഉമ്മനെ നോക്കണം. പിന്നെ നമുക്കും ജീവിക്കണ്ടേ സൂറ? വേണം. ഞാൻ പോയ വീട്ടിലുള്ളവര് ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ പോയിച്ചു വരട്ടെ. എടുത്തു വിടുകയല്ലേ? വിടാം. എന്നാ 5 രൂപയുണ്ട്. ഞാൻ ആ പുത്തമ്പരക്കല കാതനോട് മേടിച്ചതാ. വഴിച്ചെലവിന് എന്തെങ്കിലും വേണ്ടേ? ഈ പ്രാവശ്യം പോയച്ചും വരുമ്പോൾ എനിക്കൊരു കണ്ണാടിയും കൂടെ മേടിച്ചുകൊണ്ട് വരാൻ പറയണം, വെള്ളെഴുത്തിൻ്റെ. ഇത് പഴയതായി. വാപ്പ തന്നതാ വഴിച്ചെലവിന്. വെള്ളെഴുത്തിനുള്ള കണ്ണട മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ് നീ വരുമ്പോ. പാപ്പയുടെ കടങ്ങളെല്ലാം വീട്ടി പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് സുഹറയുടെ കൂടെയുള്ള ഒരു ജീവിതം. എല്ലാ വേദനകളിലും മനസ്സിലിട്ട് പെരുപ്പിച്ച അതൊക്കെയായിരുന്നു.
যুদ্ধের সেই রাত্রিতে ശബ്നം എന്നെ തിരിയെത്തി. പിന്നെ കുറച്ചുനാൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. അത് നന്നായി. ലഹളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്വേഷിച്ച് ഞാനും കുറെ അലഞ്ഞു. তাহলে আমরা আসি. ഇറങ്ങട്ടെ. ഇനിയും വരണം. സുഹറയ്ക്ക് എഴുതുമ്പോ എന്റെ അന്വേഷണം കൂടെ അറിയിക്കണം. നമസ്കാരം. നമസ്കാരം. ഈ നിലയ്ക്ക് പോയാ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ജയിലിലടച്ചും കൊന്നടക്കിയും ഈ രാജ്യത്തെ ജനങ്ങളെ അവർക്ക് എത്ര കാലം അടക്കി നിർത്താൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ, ആൾക്കാരുടെയൊക്കെ തല തിരിഞ്ഞു പോയി. ഹോട്ടൽ അടുത്തൊന്നും തുറക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ. മജീദിനൊരു കത്തുണ്ട്, പോസ്റ്റ്മാൻ തന്നതാ. നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. നാട്ടിൽ നിന്നായിരിക്കും. തമ്പി, തമ്പി, ഭയ്യാ, ഭയ്യാ, തമ്പി, ഭയ്യാ, അവർ പ്രഫുല്ലെ. എന്തുണ്ടായി? അവർ 5-6 പേരുണ്ടായിരുന്നു. കത്തിയും വാളുമായി അവർ പ്രഫുല്ലെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എങ്ങോട്ട്? തെരിയില്ല തമ്പി, വാങ്ങ. അറിയാതെ നമുക്ക് പോയി നോക്കാം. തമ്പി, പാത്ത് വാങ്ങ തമ്പി. அவரு காணுமே, என்ன இருக்குமோ? அங்க பாருங்க தம்பி, ப்ரொஃபைல கொல்ல பாக்குறாங்க. சீக்கிரமா போங்க தம்பி. வாங்க வாங்க தம்பி, பாத்து பிடிங்க. ശബനം, നീ ഇറങ്ങണ്ട. ഇറങ്ങണ്ടെന്നല്ലേ പറഞ്ഞത്? ஏய் ஓ ரேஷ்மா, விடுங்கடா விடுங்கடா, ஒன்றும் பண்ணாதீங்கடா, போங்கடா. ஏய் ஓ, ஒன்றும் இல்லை, விடுங்கடா. ஏன்டா இந்த மாதிரி அநியாயம் பண்றாங்க? காப்பாத்துக்க யாருமே. ஏந்திருங்க தம்பி, ஏந்திருங்க. பொறுமையா தம்பி. ഇല്ലേ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. നിങ്ങൾ പോയിക്കോ. മതത്തിന്റെ പേര് തമ്മിൽ തല്ലുന്ന അക്രമികളുടെ കയ്യിൽപ്പെടാതെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കുക. മജീദ് ഭായിക്ക് ഞങ്ങൾ വിട്ട് കൂടെ ഓടാമല്ലോ. പ്രതീക്ഷിക്കാത്ത യാത്രകളാണ് എൻ്റെ ജീവിതം. അത് തുടർന്നേ മതിയാവും. நீங்க ஊருக்கு திரும்பி போங்க. അവിടെ സുഹറ കാത്തിരിക്കല്ലേ? അമീൻ സാഹിബ് പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയമുള്ളത്. സുഹറയുമൊത്ത് യാത്ര ചെയ്യാൻ എനിക്ക് സമയം അനുവദിച്ചിട്ടില്ല. സാധാരണ ഉമ്മ പറഞ്ഞു കൊടുത്ത് സുഹറയാണ് കത്തെഴുതാറ്. ഇത്തവണ
നാട്ടിലെ വിശേഷങ്ങൾ അറിയിച്ച് നിന്നെ വിഷമിപ്പിക്കരുതെന്ന സൂറ പ്രത്യേകം പറയുമായിരുന്നു. അതാണ് ഇതുവരെ എഴുത്ത് വിടാതിരുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് സൂറ സൂക്കേടായിട്ട് കിടപ്പിലായിരുന്നു. ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മകനെ മിനിഞ്ഞാന്ന് വെളുപ്പിന് നമ്മുടെ സൂറ മരിച്ചു. അവിടെ വീട്ടിൽ കിടന്ന് എൻ്റെ മടിയിൽ തലവെച്ച് മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേര് പറഞ്ഞ് നീ വന്നാ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. എല്ലാം അല്ലാഹുവിൻ്റെ വിധി. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന തുണയും സഹായവും അങ്ങനെ പോയി. ഇനി അല്ലാഹു കഴിഞ്ഞ പിന്നെ നീയാണുള്ളത്. ഞാനൊരു വട്ടം പറയട്ടെ? പറയ് സൂറ. അത് ഞാൻ അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു. അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു. വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളേ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ. പൂത്തു നിൽക്കുന്നോളെ.